ഒഴിഞ്ഞു പോകും. ദൈവേഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും ഇരിക്കും. IPC ഹെബ്രോൻ ഇളംതുരുത്തി PYPA ചർച്ച് മെമ്പേഴ്സ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു അരുതേ പാപം ചെയ്യരുതേ. ഇത് ഞാൻ എവിടെയാണ് എത്തിയിരിക്കുന്നത്? എത്ര മനോഹരമായ കാഴ്ചകൾ! അതാ നിറയെ പൂക്കൾ, മനസ്സിന് കുളിർമയേകുന്ന പൂക്കൾ. നിറങ്ങളാണെങ്കിലോ മരതകവും ഗോമേതകവും നീല കല്ല് പതിച്ച തറകൾ, കണ്ണാടി പോലെ തിളങ്ങുന്ന വെള്ളം, തങ്കം കൊണ്ട് നിർമ്മിതമായ തൂണുകൾ. ഞാൻ ഇതുവരെയാണ് എത്തിയിരിക്കുന്നത്. ഇവിടെയൊന്നും ആരെയും കാണുന്നില്ലല്ലോ. അതാ അവിടെ ഒരാൾ ഇരിക്കുന്നുണ്ട്. ചോദിക്കാം, ഞാനിത് എവിടെയാണ് എത്തിയിരിക്കുന്നത്? സ്വർഗ കവാടമാണ്. സ്വർഗ കവാടമോ? അതെ, സ്വർഗ കവാടം. ഞാൻ എന്തിനാണ് സ്വർഗ കവാടത്തിൽ എത്തിയിരിക്കുന്നത്? ജീവപുസ്തകത്തിൽ പേരുള്ള ഏവരെയും സ്വർഗത്തിൽ കയറ്റുവാൻ അധികാരമുണ്ട്. സ്വർഗത്തിൽ എനിക്ക് കയറണം. ഞാനും സ്വർഗത്തിൽ പോകും. നിൽക്ക്, ജീവപുസ്തകത്തിൽ നിങ്ങളുടെ പേരുണ്ടോ നോക്കട്ടെ. എന്താണ് താങ്കളുടെ പേര്? എന്റെ പേര് ജോമോൾ. ജോമോൾ. ആ, ജോമോൾ, താങ്കളുടെ പേരുണ്ട്. താങ്കൾക്ക് പ്രവേശിക്കാം. യേശുവേ നന്ദി, സന്തോഷമായി. എനിക്ക് എന്റെ പ്രിയനെ കാണാമല്ലോ. അയ്യോ, ഞാനിത് എവിടെയാണ് വന്ന് നിൽക്കുന്നത്? ഇത്ര മനോഹരമായ സ്ഥലം. ഞാൻ എത്രയോ സ്ഥലത്ത് ടൂർ പോയിട്ടുണ്ട്. അവിടെയൊന്നും ഇത്ര മനോഹരമായ കാഴ്ചകൾ ഞാൻ കണ്ടിട്ടില്ലല്ലോ. വീതികളാകെ തനി തങ്കം, ഗോപുരമെല്ലാം മുത്തുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഓ, ഇതിന്റെ ഉയരം കാരണം എനിക്ക് നോട്ടം പോലും കിട്ടുന്നില്ലല്ലോ. ആ തറകളെല്ലാം കണ്ണാടി പോലെ. എനിക്കെന്റെ മുഖം കാണാം. ഞാൻ എത്ര സുന്ദരിയായിരിക്കുന്നു. പക്ഷേ എവിടെയോ ഞാൻ വായിച്ചു മറന്നതുപോലെ. ഈ സ്ഥലത്തെ പറ്റി എവിടെയോ കേട്ടതുപോലെ എനിക്ക് തോന്നുന്നുണ്ട്. ഇവിടെ ആരെയും കണ്ടിരുന്നെങ്കിൽ ഒന്ന് ചോദിക്കാമോ? ആ, ജോമോൾ, നീ എന്താണ് ഇവിടെ നിൽക്കുന്നത്? നമ്മൾ എങ്ങനെയാണ് ഇവിടെ എത്തിയത്? നാൻസി, നിനക്ക് ഓർമ്മയില്ലേ? കഴിഞ്ഞ ദിവസം കോളേജിൽ നിന്ന് ടൂർ പോയപ്പോൾ വണ്ടി ആക്സിഡന്റ് ആയി നമ്മൾ മരിച്ചു പോയത്. അങ്ങനെയാണ് ഞാൻ സ്വർഗ കവാടത്തിൽ എത്തിയത്. ശരിയാണല്ലോ, നമ്മൾ ഒരുമിച്ച് ടൂർ പോയിട്ട് അന്ന് ആക്സിഡന്റ് പറ്റി. അപ്പൊ നമ്മൾ മരിച്ചിട്ടാണ് ഇവിടെ എത്തി നിൽക്കുന്നതല്ലേ? എനിക്ക് സ്വർഗ കവാടത്തിൽ ഏതായാലും എത്തിയില്ലേ? എനിക്ക് കയറണം സ്വർഗത്തില്. നിൽക്കാം. ജീവപുസ്തകത്തിൽ പേരുള്ളവരെ സ്വർഗത്തിൽ കയറ്റും. എന്താണ് താങ്കളുടെ പേര്? ജീവപുസ്തകത്തിലോ? ഏത് പുസ്തകത്തിൽ വേണമെങ്കിലും എന്റെ പേര് നോക്കിക്കോ. എന്റെ പേരുണ്ടാവും. എന്റെ പേര് ആൻസി. നോക്കിക്കോ, ശരിക്കും നോക്കിക്കോ. ആൻസി, നിങ്ങളുടെ പേര് ഇതിലില്ല. നിങ്ങൾക്ക് പ്രവേശനമില്ല. എന്ത്? എന്റെ പേരില്ലെന്നോ? എന്നെ അറിയാത്തവരാരുമില്ലല്ലോ. എന്റെ പേര് ആൻസി ഫിലിപ്പ് മേലേടത്ത്. ഞങ്ങളെ തറവാടികളാണ്. ഇനി ഒന്ന് നോക്കി നോക്കിയാ എന്നതുണ്ടോ? ഇല്ല, നിങ്ങളുടെ പേര് ഇതിലില്ല. എന്ത്? എന്റെ പേരില്ലെന്നോ? എന്റെ പേര് ജീവപുസ്തകത്തിൽ ഇല്ലെന്നോ? ഇല്ല, ഞാൻ സമ്മതിക്കില്ല. ജോമോൾ, നിനക്കറിയാമോ, ഞാൻ സഭയിലെ സഹോദരി സമാജത്തിന്റെ പ്രസിഡന്റ് ആണ്. എന്റെ ചർച്ചിന്റെ കൊയറിന്റെ ടീം ലീഡ് ചെയ്തത് ഞാനാണ്. ഇവിടെ ഏത് കൺവെൻഷൻ എടുത്ത് നോക്കിയാലും ഏറ്റവും കൂടുതൽ പിരിവ് കൊടുക്കുന്നത് ഞാനാണ്. അത്യാവശ്യം പാട്ട് പാടും. ഒരുവിധപ്പെട്ട എല്ലാ കഴിവുകളും എനിക്കുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും എന്നെ നന്നായിട്ട് അറിയാലോ. പിന്നെ എന്തുകൊണ്ട് ജീവന്റെ പുസ്തകത്തിൽ എന്റെ പേര് എഴുതുന്നില്ല? ഏയ്, അവർക്ക് തെറ്റിയല്ലോ. ജോമോൾ, നിന്റെ പേര് അതിൽ വന്നെങ്കിൽ എങ്ങനെ എന്റെ പേര് അതിൽ വരാതിരിക്കും? ആൻസി, നിനക്ക് ഓർമ്മയില്ലേ എത്ര പ്രാവശ്യം നിന്നോട് ഞാൻ പറഞ്ഞു, മാനസാന്തരപ്പെടണം, രക്ഷിക്കപ്പെടണം, സ്നാനപ്പെടണം, ദൈവത്തിന് വേണ്ടി ജീവിക്കണം. ബാക്കിയെല്ലാം നീ ചെയ്തു. ദൈവത്തിന് വേണ്ടി മാത്രം നീ സമയം കണ്ടെത്തിയില്ല. രാഷ്ട്രീയം പറഞ്ഞു, പേരിനും പ്രശസ്തിക്കും മാനത്തിനു വേണ്ടി നീ ഓടി നടന്നപ്പോൾ യേശുവിന് വേണ്ടി ജീവിക്കാൻ നീ മറന്നു. യേശുവിന് വേണ്ടി ജീവിച്ചിരുന്നെങ്കിൽ ഇത് സംഭവിക്കില്ലായിരുന്നു. അയ്യോ, ജോമോൾ പറഞ്ഞത് ശരിയാണ്. ഞാൻ യേശുവിന് വേണ്ടി ജീവിച്ചില്ല. ഞാൻ എനിക്ക് കിട്ടുന്ന സമയം മുഴുവനും എന്റെ ഫ്രണ്ട്സായിട്ട് അടിച്ചു പൊളിച്ച് ജീവിച്ചു. പണത്തിന് വേണ്ടിയിട്ട്, പദവിക്ക് വേണ്ടിയിട്ട്, പ്രശസ്തിക്ക് വേണ്ടിയിട്ട് ഞാൻ എന്റെ ജീവിതം മാറ്റിവെച്ചു. ഞാന് സഭയില് വെള്ളിയാഴ്ച ഉപവാസ പ്രാർത്ഥനകളുണ്ടാവും. ചൊവ്വാഴ്ച സഹോദരിമാരുടെ കൂട്ടായ്മകളുണ്ടാവും. എന്തിനധികം ഞായറാഴ്ചത്തെ ആരാധന. അതുപോലെ തന്നെ എന്റെ സഹപാഠികൾ, എന്റെ സഭയിലെ ശുശ്രൂഷകൻ എന്നെ സഭയുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വിളിക്കുമായിരുന്നു. പക്ഷേ എനിക്ക് അതിനൊന്നും താല്പര്യമില്ലായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഓരോ മുടക്ക് ന്യായങ്ങൾ പറഞ്ഞ് കൂട്ടുകാരായിട്ട് അടിച്ചു പൊളിക്കാനും അതുപോലെ തന്നെ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്കെല്ലാം ഞാൻ പോയിരുന്നത് സത്യമാണ്. യഥാർത്ഥമായൊരു മാനസാന്തരം
അതെനിക്ക് ഇല്ലാന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷേ എനിക്ക് സ്വർഗത്തിൽ പോണം. ആൻസി പറയൂ, എനിക്ക് സ്വർഗത്തിൽ പോണം, എനിക്ക് കയറണം. വരൂ, നമുക്ക് ദൂതനോട് ചോദിക്കാം. വ്യക്തമായി ദൂതൻ പറഞ്ഞു തരും. ആൻസി നിന്റെ പേര് എങ്ങനെ എന്റെ പേര് വീട്ടിൽ ഇല്ലാതിരിക്കുന്നേ? ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവത്തിന് വേണ്ടി ജീവിക്കണമെന്ന് പറഞ്ഞപ്പോൾ നീ അതൊന്നും കണ്ടുപിടിച്ചില്ല. യേശുവിന് വേണ്ടി ജീവിക്കാൻ മാത്രം നീ സമയം കണ്ടെത്തിയില്ല. ഞാൻ ആത്മീയമായ കൂട്ടായ്മകളിൽ പങ്കെടുത്തു, ദൈവവചനം അനുസരിച്ചു, പ്രാർത്ഥിച്ചു, ആരാധിച്ചു. എനിക്ക് ലഭിച്ച സമയങ്ങൾ ഞാൻ ദൈവത്തിന് വേണ്ടി ജീവിച്ചു. ജോമോൾ, ഒന്നു മാത്രം ഞാൻ ചെയ്തില്ല. എനിക്ക് ദൈവം ആരോഗ്യം തന്നു, എനിക്ക് ദൈവം സമ്പത്ത് തന്നു, എനിക്ക് ദൈവം സൗന്ദര്യം തന്നു, എല്ലാ കഴിവുകളും എനിക്ക് തന്നു. ഞാൻ എനിക്ക് വേണ്ടി ജീവിച്ചു. ഞാൻ എന്റെ യേശുവിന് വേണ്ടി ജീവിച്ചില്ല, സത്യമാണ്. പക്ഷേ എനിക്ക് സ്വർഗത്തിൽ പോകണം, എനിക്ക് സ്വർഗത്തിൽ ഇല്ല, നിങ്ങൾക്ക് പോകാൻ അനുവാദമില്ല. ജീവപുസ്തകത്തിൽ പേരുള്ള ജോമോളെ സ്വർഗ്ഗത്തിലേക്ക് ക്ഷണിക്കുന്നു. ജീവപുസ്തകത്തിൽ പേരില്ലാത്തവളെ നരകത്തിലേക്ക് തള്ളിയിടൂ. അവിടെ കരച്ചിലാണ്, അവിടെ പല്ലുകടിയാണ്. എനിക്ക് പോകണ്ട, എനിക്ക് പോകണ്ട, എനിക്ക് സ്വർഗ്ഗത്തിൽ പോകണം, എനിക്ക് പോകണ്ട. പ്രിയരെ, പുറപ്പാട് പുസ്തകത്തിൽ ഇപ്രകാരം പറയുന്നു: യഹോവ മോശെയോട്, എന്നോട് പാപം ചെയ്യുന്നവന്റെ പേർ ഞാൻ എന്റെ പുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയും. ആയതിനാൽ ദൈവവചന പ്രകാരം വിശുദ്ധിയോടെ ജീവിച്ച് നിത്യത നമുക്ക് കൈവരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ സ്കിറ്റ് ഇവിടെ പൂർണ്ണമാകുന്നു. ഞങ്ങളുടെ സ്കിറ്റ് ശ്രമിച്ച എല്ലാവർക്കും നന്ദി. God bless you all.